കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ ജേക്ക് ടൈലർ തന്റെ ഹൈസ്കൂളിൽ നടക്കുന്ന ഒരു റഗ്ബി ടൂർണമെന്റിൽ കളിക്കുന്നതാണ് കാണിക്കുന്നത്. ജേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അച്ഛൻ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ജേക്ക് തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ റഗ്ബി മാച്ച് നടക്കുന്ന സമയം ജേക്കിന്റെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി, ജേക്കിനെ മാനസികമായി തളർത്താൻ വേണ്ടി എതിർ ടീമിന്റെ ക്യാപ്റ്റൻ ജേക്കിന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അപ്പോൾ ജേക്കിന് നല്ല ദേഷ്യം വന്ന് അവനെ ഇടിച്ച് പന്നിക്കിടുകയാണ്. അപ്പോൾ ആ ടീമിലെ എല്ലാ പ്ലേയേഴ്സും ജേക്കിനെ തിരിച്ചു തല്ലാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവരെ ഓരോരുത്തരും ജേക്ക് വളരെ നിസ്സാരമായിട്ട് തിരിച്ചു തല്ലി തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാവുകയാണ്. ജേക്ക് ടൈലർ എന്ന ഒറ്റൊരുത്തൻ ഒരു ടീമിനെ മുഴുവനായിട്ടും ഇടിച്ച് പന്നിക്കിട്ടു. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും കോളേജിലും സ്റ്റുഡൻസിന്റെ ചർച്ചാ വിഷയം. സോ ജേക്ക് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ ഫ്ലോറിഡയിലേക്ക് താമസം മാറി പോവുകയാണ്. ജേക്കിന്റെ സുഹൃത്ത് ചോദിക്കാണ്, എന്തിനാണ് നീ ഫ്ലോറിഡയിലേക്ക് പോകുന്നത്? ഇവിടെയല്ല നിന്റെ എല്ലാ സുഹൃത്തുക്കളും ഉള്ളത്. അപ്പോൾ ജേക്ക് പറയാണ്, എന്റെ അനിയൻ ചാർലി നന്നായി ടെന്നീസ് കളിക്കും. അവന് ഫ്ലോറിഡയിലും നല്ലൊരു സ്കൂളിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അമ്മയും ചാർലിയും ഫ്ലോറിഡയിലേക്ക് താമസം മാറുന്നത്. ഇനി ജേക്കിന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ജേക്കിന്റെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷയില്ല. എപ്പോഴും അമ്മ ജേക്കിനെ വഴക്ക് പറയും. കാരണം ഓരോ ദിവസവും ജേക്ക് എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നും സ്കൂളിൽ വെച്ച് ജേക്ക് തല്ലുണ്ടാക്കിയത് അമ്മ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ വീഡിയോ കണ്ട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ഫ്ലോറിഡയിൽ ചെന്നിട്ട് നീ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചു വെച്ച് പോലീസ് കേസോ മറ്റായാലും നിന്റെ ലൈഫ് തന്നെ അതോടെ തീരുമെന്നൊക്കെ ദേഷ്യത്തിൽ അമ്മ ജേക്കിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഫ്ലോറിഡയിലെ കോളേജിൽ ജേക്കിന്റെ ആദ്യത്തെ ദിവസം. ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ വെച്ച് പ്രൊഫസർ മില്ലർ എന്ന ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നാൽ പുള്ളിക്കാരിക്ക് ഉത്തരം അറിയത്തില്ല. പുള്ളിക്കാരിക്ക് മാത്രമല്ല ക്ലാസ്സിലെ ആർക്കും തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയത്തില്ല. അപ്പോൾ ആ ചോദ്യത്തിന് ജേക്ക് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഉത്തരം പ്രൊഫസറിന് നൽകുകയാണ്. പ്രൊഫസറും ക്ലാസ്സിലെ മറ്റു സ്റ്റുഡൻസും എല്ലാവരും ജേക്കിന്റെ ഉത്തരം കേട്ട് ഇംപ്രസ്ഡ് ആയി. ക്ലാസ് വിട്ടതിന് ശേഷം മില്ലർ ജേക്കിനെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ ജേക്കിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ ജേക്കിനും പുള്ളിക്കാരിയോട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത ദിവസം ജേക്ക് കോളേജ് ക്യാൻറ്റീനിലിരുന്ന് ഒറ്റക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സ് എന്ന ഒരുത്തൻ ജേക്കിന്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. ഹേയ്, നീയാണല്ലേ ആ റഗ്ബി പ്ലെയർ? നിന്റെ ഫൈറ്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എന്ന ഐഡിയാണ് എന്നൊക്കെ പറഞ്ഞ് മാക്സ് ജേക്കിനെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഫ്ലോറിഡയിൽ വരെ ജേക്കിന്റെ തല്ല് ഫേമസ് ആയിട്ടുണ്ട്. ജേക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്റെ ആ ഫൈറ്റിന്റെ വീഡിയോ കാണുന്നതാണ്. അതായത് കോളേജിൽ വന്ന് കയറിയപ്പോൾ തന്നെ ജേക്കിന് ഒരുപാട് ഫാൻസ് ആയി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതേപോലെ ജേക്കിന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ് ആണ്. അന്ന് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ മില്ലർ ജേക്കിനെ കണ്ട് പുള്ളിക്കാരി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നൽകുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്, അവിടത്തേക്കാണ് മില്ലർ ജേക്കിനെ ക്ഷണിച്ചത്. അങ്ങനെ രാത്രി ജേക്കും മാക്സും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് വളരെയധികം വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു വീടാണ്. പുറത്ത് ഒരുപാട് ആഡംബര കാറുകളും ബൈക്കുകളും കാണാം. അത്രയും വലിയ പണക്കാരനായിട്ടുള്ള ഒരുത്തനാണ് ഈ പാർട്ടി നടത്തുന്നത് എന്ന് ജേക്കിന് മനസ്സിലായി. അവിടെ നിന്ന് റയാൻ എന്ന ഒരുത്തൻ ജേക്കിനെ പരിചയപ്പെടാനായി വരികയാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും റയാൻ ജേക്കിന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അത്രത്തോളം ആഡംബരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. അതൊക്കെ കണ്ട് ജേക്ക് അത്ഭുതപ്പെട്ടു. ജേക്ക് റയാനോട് ചോദിക്കാണ്, ആരാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന്. അപ്പോൾ റയാൻ മറുപടി ഒന്നും കൊടുക്കാതെ ജേക്കിനെ നോക്കി ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ നടത്തുന്ന ആ പണക്കാരൻ പയ്യൻ വേറെ ആരുമല്ല, റയാൻ തന്നെയാണ്. റയാൻ ജേക്കിനോട് നീ റെഡിയാണോ എന്ന് ചോദിച്ചു ഷർട്ട് ഒക്കെ അഴിക്കുകയാണ്. അതായത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് റയാൻ ജേക്കിനെ ചലഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും അവിടെ ചുറ്റും ഈ ഫൈറ്റ് കാണാനായി ആകാംക്ഷയോടെ വന്നു നിൽക്കുകയാണ്. പക്ഷേ ജേക്ക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അവനോട് അവന്റെ അമ്മ പറഞ്ഞതാണ് ഫ്ലോറിഡയിൽ വന്നാൽ യാതൊരു കാരണവശാലും തല്ലിനൊന്നും പോകാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ജേക്ക് മാക്സിമം ഈ ഫൈറ്റിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയാണ്. നീ ഫൈറ്റ് ചെയ്യാനല്ലാതെ പിന്നെ എന്തുണ്ടാക്കാനാ ഇവിടെ വന്നത് എന്ന് ജേക്കിനോട് റയാൻ ചോദിച്ചു. അപ്പോൾ ജേക്ക് മില്ലറിനെ നോക്കുകയാണ്. റയാൻ മില്ലറിന്റെ അടുത്തേക്ക് ചെന്ന്, ഓഹ് ഇവള് വിളിച്ചിട്ടാണല്ലേ എന്റെ പൊന്നു മോൻ ഇവിടെ വന്നത് എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ജേക്കിന് മനസ്സിലായി മില്ലർ റയാന്റെ കാമുകയാണ്. റയാനാണ് മില്ലറിനോട് ജേക്കിനെ ഇവിടത്തേക്ക് അവനുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കാൻ പറഞ്ഞത്. റയാൻ പല കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ജേക്കിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മില്ലർ റയാനോട് മതിയാക്ക്, ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജേക്ക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല, അവൻ അവിടുന്ന് പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ റയാൻ ജേക്കിനോട് പറയാണ്, നിന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടല്ലോ, അതൊക്കെ സത്യമാണോടെ? അപ്പോൾ
അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജെയ്ക്കിന്റെ കൺട്രോൾ വിട്ടു. ജെയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അത് തന്നെയാണ് റയാന് വേണ്ടതും. ജെയ്ക്ക് വേഴ്സസ് റയാൻ ഫൈറ്റ് ആരംഭിച്ചു. നമ്മൾക്കറിയാം ജെയ്ക്ക് നല്ലൊരു ഫൈറ്റർ ആണ് എന്ന്. എന്നാൽ ജെയ്ക്ക് ഇതുവരെ ഫൈറ്റിംഗ് ട്രെയിൻ ചെയ്തിട്ടൊന്നുമില്ല. അവൻ ഇങ്ങനെ തെരുവിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടാണ് തല്ലുകൂടാൻ പഠിച്ചത്. എന്നാൽ റയാന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ അങ്ങനെയല്ല. വളരെയധികം മികച്ച കോച്ചുമാരാണ് അവനെ ഫൈറ്റിംഗ് പരിശീലിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റിൽ ജെയ്ക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് ഒരു രീതിയിലും റയാനെ ഇടിക്കാനേ സാധിച്ചിട്ടില്ല. എന്നാൽ ജെയ്ക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ റയാൻ എത്രയൊക്കെ ജെയ്ക്കിനെ തല്ലി താഴെയിട്ടാലും ജെയ്ക്ക് പിന്മാറാൻ അഥവാ പരാജയപ്പെടാൻ തയ്യാറല്ല. ഓരോ തവണയും ജെയ്ക്ക് താഴെ നിന്ന് എഴുന്നേറ്റ് വരും. അപ്പോൾ മാക്സ് ജെയ്ക്കിനോട് പറയുന്നുണ്ട്, എടാ പിന്മാറിയേക്ക്, അല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലുമെന്നൊക്കെ. പക്ഷെ എന്നിട്ടും ജെയ്ക്ക് പിന്മാറാൻ തയ്യാറല്ല. എന്നാൽ അവസാനം വളരെയധികം പവർഫുൾ കിക്കിൽ റയാൻ ജെയ്ക്കിനെ പരാജയപ്പെടുത്തുകയാണ്. മാക്സ് ജെയ്ക്കിനെ വീട്ടിൽ കൊണ്ടുവിട്ടു. ജെയ്ക്കിന്റെ മുറിയിലേക്ക് ചാർലി കയറി വന്നപ്പോൾ ചേട്ടന്റെ കോലം കണ്ട് ഞെട്ടിപ്പോയി. പ്ലീസ് നീ ഈ കാര്യം അമ്മയോട് പറയാൻ പാടില്ല എന്നും ജെയ്ക്ക് ചാർലിയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജെയ്ക്കിന് കോളേജിൽ നല്ല പേരാണ് എന്ന്. എന്നാൽ റയാൻ ജെയ്ക്കിനെ പരാജയപ്പെടുത്തിയതോടെ എല്ലാവരും അതാണ് ചർച്ച ചെയ്യുന്നത്. ആ റഗ്ബി പ്ലേയേഴ്സിനൊക്കെ ഒറ്റക്ക് തല്ലിയവനില്ലേ, ആ ജെയ്ക്ക് ടൈലർ, അവനെ റയാൻ ഇടിച്ച് പപ്പടമാക്കി എന്നൊക്കെയാണ് കോളേജിലെ സംസാരം. ഇവിടെ ജെയ്ക്കിനെ വീട്ടിൽ കാണാനായിട്ട് മാക്സ് വരികയാണ്. എന്നിട്ട് ജെയ്ക്കിനോട് റയാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവനെ പരാജയപ്പെടുത്താൻ അത്ര നിസ്സാരമൊന്നുമല്ല. കാരണം ജനിച്ച അന്ന് തൊട്ട് അവന് ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാ. ബൈ ദ വേ ഞാൻ നിന്നോട് അത് പറയാനല്ല വന്നത്. നിന്റെ ഒരു ക്വാളിറ്റി ഞാൻ ശ്രദ്ധിച്ചു. റയാൻ എത്ര നിന്നെ അടിച്ച് താഴെയിട്ടിട്ടും നീ പിന്മാറാൻ തയ്യാറല്ല. നിന്റെ വളരെ സ്ട്രോങ് മെന്റാലിറ്റിയാണ്. നിനക്ക് നല്ലൊരു കോച്ച് ഉണ്ടെങ്കിൽ നിനക്ക് ആ റയാനേക്കാൾ മികച്ച ഫൈറ്റർ ആവാൻ സാധിക്കുമെന്നൊക്കെയാണ് മാക്സ് ജെയ്ക്കിനോട് പറയുന്നത്. അതേപോലെ ജീൻ റോക്വ എന്ന കോച്ചിനെ കുറിച്ചും മാക്സ് ജെയ്ക്കിനോട് പറയുന്നുണ്ട്. എന്നാൽ ജെയ്ക്കിന് അതിനോടൊന്നും തന്നെ താല്പര്യമില്ല. ഞാൻ ഈ നാട്ടിൽ വന്നത് ഫൈറ്റ് ചെയ്യാനല്ല എന്നായിരുന്നു ജെയ്ക്കിന്റെ മറുപടി. എന്തായാലും ജീൻ റോക്വാന്റെ കോമ്പാക്ട് ക്ലബ് എന്ന ട്രെയിനിങ് സെന്ററിന്റെ CD അവിടെ വെച്ചിട്ടാണ് മാക്സ് ജെയ്ക്കിനെ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അടുത്ത ദിവസം ജെയ്ക്ക് വെറുതെ ഒന്ന് ആ സ്ഥലം വരെ പോയി നോക്കുകയാണ്. അപ്പോൾ മാക്സ് അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു നീ എന്തായാലും ഇവിടത്തേക്ക് വരുമെന്ന്. അപ്പോൾ ഇദ്ദേഹമാണ് ജീൻ റോക്വ. മാക്സ് ജെയ്ക്കിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എനിക്കും ട്രെയിനിങ്ങിൽ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹത്തോട് ജെയ്ക്ക് പറഞ്ഞു. എന്നാൽ ജെയ്ക്കിന്റെ മുഖത്തെ പരിക്കേറ്റ പാടുകൾ കണ്ടപ്പോൾ തന്നെ ജീൻ റോക്വക്ക് മനസ്സിലായി ജെയ്ക്കിന്റെ ഉദ്ദേശം ആരെയോ തിരിച്ചടിച്ച് പ്രതികാരം ചെയ്യാനാണ് എന്ന്. മോശമായ ഉദ്ദേശശുദ്ധിയോടെ ഇവിടെ ചേരുന്നവർ ഒരിക്കലും അധികകാലം ഇവിടെ തുടരാറില്ല എന്നാണ് റോക്വ ജെയ്ക്കിനോട് പറഞ്ഞത്. കോച്ച്, ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ട് ഇവിടെ വന്നതല്ല എന്ന് റോക്വാനോട് ജെയ്ക്ക് പറഞ്ഞു. എന്തായാലും അവനെ ചുമ്മാ ഇവിടെ ജോയിൻ ചെയ്യാനും റോക്വ അനുവദിച്ചിട്ടില്ല. പകരം അവന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് റോക്വ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജെയ്ക്കിന് അതികഠിനമായിട്ടുള്ള ടാസ്കുകളാണ് റോക്വ നൽകിയത്. അതായത് ഹെവി ബെഞ്ച് പ്രസ് കഴിഞ്ഞ ഉടനെ റെസ്റ്റ് ഒന്നും തന്നെ ഇല്ലാതെ പുള്ളപ്സ് എടുപ്പിക്കും. വീണ്ടും ഹെവി ബെഞ്ച് പ്രസ്, എന്നിട്ട് സ്ക്വാഡ്സ്. അങ്ങനെ അതികഠിനമായിട്ടാണ് റോക്വ ജെയ്ക്കിനെ ടെസ്റ്റ് ചെയ്തത്. ജെയ്ക്കിന് ഇവിടെ ചേർന്നേ മതിയാവും, അതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് റോക്വ നൽകിയ സകല ടാസ്കും ജെയ്ക്ക് ചെയ്തു തീർക്കുകയാണ്. റോക്വ ശരിക്കും ഇംപ്രസ്ഡ് ആയി. നാളെ തൊട്ട് നീ ജോയിൻ ചെയ്തോളൂ എന്നും റോക്വ ജെയ്ക്കിനോട് പറഞ്ഞു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി റോക്വ ജെയ്ക്കിനോട് പറയുന്നുണ്ട്. അതായത് യാതൊരു കാരണവശാലും ഈ ജിമ്മിന്റെ പുറത്തുനിന്ന് നീ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും പിന്നെ നിനക്ക് ഇവിടെ പ്രവേശനമില്ല. ജെയ്ക്ക് അതിന് സമ്മതിച്ചു. ആ രാത്രി ജെയ്ക്കിനെ കാണാനായി വീട്ടിലേക്ക് മില്ലർ എത്തുകയാണ്. അന്ന് ആ പാർട്ടിയിൽ വെച്ച് നടന്ന സംഭവത്തിന് പുള്ളിക്കാരിക്ക് നല്ല കുറ്റബോധമുണ്ട്. അതിന് മാപ്പ് പറയാനാണ് ജെയ്ക്കിനെ കാണാനായി പുള്ളിക്കാരി വന്നത്. എന്നാൽ മില്ലറിനോട് സംസാരിക്കാനോ മാപ്പ് സ്വീകരിക്കാനോ ഒന്നും തന്നെ ജെയ്ക്ക് തയ്യാറല്ല. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം രാവിലെ ജിമ്മ് തുറക്കുന്നതിന് മുന്നേ തന്നെ ജെയ്ക്ക് ജിമ്മിൽ എത്തുകയാണ്. അപ്പോൾ ദാ ജിമ്മിന്റെ അകത്തുനിന്ന് റോക്വ ജിമ്മ് തുറക്കുന്നു. അപ്പോൾ ജെയ്ക്കിന് മനസ്സിലായി റോക്വക്ക് വീടൊന്നുമില്ല, അദ്ദേഹം തന്നെ സ്വന്തം ജിമ്മിൽ തന്നെയാണ് താമസമെന്ന്. കോച്ച്, നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ജെയ്ക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, നീ ഇവിടെ ട്രെയിനിങ്ങിന് വന്നതല്ലേ, അത് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി, അല്ലാണ്ട് ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ജെയ്ക്ക് ട്രെയിൻ ചെയ്യുന്ന സമയം ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോക്വ പറയാണ്, നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇത് തന്നെയാണ്. കാരണം ഇങ്ങനെ ചെയ്താൽ നീ നിന്നെ തന്നെയാണ് വേദനിപ്പിക്കുക. അതുകൊണ്ട് നീ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്റെ ബ്രീത്തിങ് ആണ്. അങ്ങനെ റോക്വ ജെയ്ക്കിന് ഒരു ബ്രീത്തിങ് ടെക്നിക് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ട്രെയിനിങ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. റോക്വാന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സ്റ്റുഡന്റ് കൂടിയാണ് ജെയ്ക്ക്. കാരണം അവൻ അത്രത്തോളം കഠിനമായിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്.
അവൻ നേരത്തെ ജിമ്മിലെത്തും, അതേപോലെ എല്ലാവരും പോയതിനു ശേഷവും അവൻ നിർത്താതെ ട്രെയിൻ ചെയ്യും. അങ്ങനെ ജെയ്ക്ക് ആ ജിമ്മിലെ ഏറ്റവും മികച്ച ഫൈറ്ററായി മാറുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ജെയ്ക്ക് ഫൈറ്റിംഗ് ട്രെയിൻ ചെയ്യുന്ന കാര്യം അവന്റെ അമ്മക്ക് അറിയത്തില്ല. കാരണം ജെയ്ക്കിന്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഫൈറ്റിംഗ്. എന്നാൽ ഒരു ദിവസം ജെയ്ക്കിന്റെ അമ്മ അവന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ പുള്ളിക്കാരി കണ്ടെത്തി. അതിനെക്കുറിച്ച് അമ്മ ജെയ്ക്കിനോട് ചോദിച്ചു. അമ്മേ, ഞാൻ ഒരു ജിമ്മിൽ നിന്ന് ഫൈറ്റിംഗ് ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന സത്യം അമ്മയോട് ജെയ്ക്ക് പറഞ്ഞു. അമ്മ ആകെ ദേഷ്യത്തിലായി. ഇനി ഒരിക്കലും നീ ഫൈറ്റിംഗ് ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അമ്മ ജെയ്ക്കിനോട് പറയുന്നുണ്ടെങ്കിലും അമ്മ പറയുന്നതൊന്നും അനുസരിക്കാൻ ജെയ്ക്ക് തയ്യാറല്ല. ഇവിടെ ഒരു ദിവസം മില്ലർ തന്റെ കാമുകനായ റയാനോട് അന്നത്തെ സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് ജെയ്ക്കുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച്. അവര് രണ്ടുപേരും അങ്ങനെ തർക്കമാവുകയും റയാൻ മില്ലറിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ മില്ലറിന് ഒത്തിരി സങ്കടമായി. അതേപോലെ പുള്ളിക്കാരി അവനുമായി ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. അവര് രണ്ടുപേരും ബ്രേക്കപ്പ് ആയ സമയത്ത് അവിടെ കുറച്ച് അങ്ങോട്ടായിട്ട് ജെയ്ക്കും നിൽക്കുന്നുണ്ട്. അപ്പോൾ റയാൻ അവിടെ നിൽക്കുന്ന ജെയ്ക്കിനെ നോക്കി മില്ലറിനോട് പറയാണ്, നീ എന്നെ ഒഴിവാക്കുന്നത് ഇവന് വേണ്ടിയാണോ? സ്വന്തം അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ അവന് വേണ്ടി നീ എന്നെ ഒഴിവാക്കിയല്ലേ എന്നൊക്കെ റയാൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ജെയ്ക്കിന് നല്ല ദേഷ്യം വന്നു. അന്ന് ജിമ്മിൽ നിന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ ജെയ്ക്ക് നല്ല ദേഷ്യത്തോടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ കോച്ച് റോക്വ ജെയ്ക്കിനോട് വീട്ടിലേക്ക് പോകാനേ പറയുകയാണ്. നിന്റെ മനസ്സ് ശരിയില്ല, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, നാളെ വന്നാൽ മതി. അങ്ങനെ ദേഷ്യത്തോടെ ജെയ്ക്ക് മാക്സിന്റെ ഒപ്പം കാറിൽ വീട്ടിലേക്ക് പോവുകയാണ്. അവര് ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടപ്പോൾ ബാക്കിലുള്ള ഒരു ഹമ്മർ കാർ നിർത്താതെ ഹോൺ അടിക്കുകയാണ്. അല്ലെങ്കിലേ ജെയ്ക്ക് നല്ല ദേഷ്യത്തിലാണ്. ജെയ്ക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഹമ്മർ ഓടിച്ചവൻ പറയാണ്, ഡാ കൊച്ചു ചേർക്ക, നീ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ, അപ്പോഴേക്കും നീ ഞങ്ങളോട് മുട്ടാൻ മാത്രമായോ? ഹമ്മറിൽ നിന്ന് വേറെ 3-4 നല്ല സൈസുള്ള ആൾക്കാർ പുറത്തിറങ്ങി. ജെയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണ്. അങ്ങനെ ജെയ്ക്ക് ഒറ്റക്ക് അവന്മാരെയൊക്കെ ഇടിച്ച് പന്നിക്കിടുകയാണ്. ജെയ്ക്ക് ഇവരുമായി ഫൈറ്റ് ചെയ്യുന്നത് അവിടെ കണ്ടു നിൽക്കുന്ന ആൾക്കാർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ജെയ്ക്ക് വീണ്ടും കോളേജിൽ സ്റ്റാർ ആവുകയാണ്. അതായത് 3-4 വലിയ സൈസുള്ള ആൾക്കാരെയാണ് ജെയ്ക്ക് ഒറ്റക്ക് ഇടിച്ച് പരാജയപ്പെടുത്തിയത്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മില്ലർ ജെയ്ക്കിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല എന്ന് ജെയ്ക്ക് മറുപടി കൊടുത്തു. അപ്പോൾ ജെയ്ക്കും മില്ലറും സംസാരിക്കുന്നത് മില്ലറിന്റെ പഴയ കാമുകനായ ജെയ്ക്കിന്റെ ശത്രുവായ റയാൻ കാണുന്നുണ്ട്. ജെയ്ക്ക് ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ റയാനും അവന്റെ പിന്നാലെ പോവുകയാണ്. എന്താടാ നിന്റെ വിചാരം, നീ വീണ്ടും സ്റ്റാർ ആയി എന്നാണോ? അങ്ങനെ അവര് രണ്ടുപേരും ടോയ്ലറ്റിൽ വെച്ച് ഫൈറ്റ് ആവുകയാണ്. എന്നാൽ റയാൻ വളരെ നിസ്സാരമായിട്ട് ജെയ്ക്കിനെ താഴെയിട്ടു. ജെയ്ക്കിന്റെ കഴുത്തിലാണ് റയാന്റെ കാലുള്ളത്. നിന്റെ ജീവൻ ഇപ്പോൾ എന്റെ കാൽ കീഴിലാണ്. ഞാൻ ഒന്ന് വിചാരിച്ചാൽ എനിക്ക് നിന്റെ ജീവൻ എടുക്കാം. റോഡിലേക്ക് കൂടി പോയ 3-4 പേരെ ഇടിച്ചു എന്ന് വെച്ച് നീ ഒരിക്കലും ഒരു സ്റ്റാർ ആവില്ല. നീ ഒരിക്കലും നല്ലൊരു ഫൈറ്റർ ആവില്ല. എന്റെ മുന്നിൽ നീ വെറും ഒരു പൂച്ച മാത്രമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ബീറ്റ് ഡൗൺ ടൂർണമെന്റിൽ വാ, ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് റയാൻ പോവുകയാണ്. അപ്പോൾ മാക്സിനോട് ജെയ്ക്ക് ചോദിക്കാണ്, എന്താണ് ബീറ്റ് ഡൗൺ എന്ന്. അപ്പോൾ മാക്സ് ഇന്റർനെറ്റിലും ബീറ്റ് ഡൗണിനെ കുറിച്ച് ജെയ്ക്കിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബീറ്റ് ഡൗൺ ഒരു ഫൈറ്റിംഗ് ടൂർണമെന്റ് ആണ്. അതിൽ ഒരുപാട് ഫൈറ്റേഴ്സ് മത്സരിക്കും. ഒരു ഫൈറ്റിൽ പരാജയപ്പെട്ടാലും അവർ അപ്പോൾ തന്നെ എലിമിനേറ്റ് ആവും. അവസാനം 2 ഫൈറ്റേഴ്സ് മാത്രമേ ബാക്കിയുണ്ടാവും. അവര് തമ്മിലായിരിക്കും ഫൈനൽ മത്സരം. അങ്ങനെ ജെയ്ക്കിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ബീറ്റ് ഡൗൺ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റയാനെ പരാജയപ്പെടുത്തണമെന്നാണ്. ആ ദിവസം വൈകുന്നേരം ജെയ്ക്ക് ജിമ്മിൽ ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ്. എന്നാൽ കോച്ച് റോക്വ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ് പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ആ നിയമമാണ് ജെയ്ക്ക് തെറ്റിച്ചത്. അതുകൊണ്ട് തന്നെ ജെയ്ക്കിനെ റോക്വ ജിമ്മിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ നല്ല ദേഷ്യത്തിലാണ് ജെയ്ക്ക് വീട്ടിലേക്ക് പോയത്. വീട്ടിലേക്ക് പോയപ്പോൾ ജെയ്ക്ക് കാണുന്നത് തന്റെ അനിയൻ ചാർലി ഇന്ന് സ്കൂളിൽ വെച്ച് മറ്റൊരു കുട്ടിയുമായി തല്ലുകൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ ചാർലി അല്ല വഴക്ക് പറയുന്നത്, ചാർലിയുടെ ചേട്ടനായ ജെയ്ക്കിനെയാണ്. മൂത്തവൻ നന്നായാലേ ഇളയവൻ നന്നാവൂ. എനിക്ക് ആകെ പ്രതീക്ഷയുണ്ടായത് ഇവനിൽ മാത്രമാണ്. അവനും നീയാണ് മോശമാക്കിയത്. നിന്നെ കണ്ട് പഠിച്ചിട്ടാണ് ഇവനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അമ്മ ജെയ്ക്കിനെ പറയുന്നത്. അപ്പോൾ ജെയ്ക്കിന് വീണ്ടും നല്ലോണം ദേഷ്യം വന്നു. എന്തായാലും അടുത്ത ദിവസം ജെയ്ക്ക് വീണ്ടും ജിമ്മിലേക്ക് പോവുകയാണ്, കോച്ചിനെ കണ്ട് മാപ്പ് പറയാൻ. എന്നാൽ ജെയ്ക്കിനെ കണ്ടപ്പോൾ തന്നെ റോക്കോ ജിമ്മിന്റെ ഷട്ടർ താഴ്ത്തി. അങ്ങനെ ആ രാത്രി റോക്കോ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാനായി ചെന്നപ്പോൾ ജെയ്ക്ക് അവിടത്തേക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനായി ചെല്ലുകയാണ്. അവിടെ വെച്ച് ജെയ്ക്ക് അദ്ദേഹത്തോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അവന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് പോലും ജെയ്ക്ക് റോക്വാനോട് പറയുന്നുണ്ട്. ഒരു രാത്രി എന്റെ അച്ഛൻ അമിതമായി മദ്യപിച്ച് കാർ ഓടിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് അച്ഛനെ തടയാമായിരുന്നു, എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അച്ഛൻ മദ്യപിച്ച് കാർ ഓടിച്ചു പോയി ഒരു മരത്തിലിടിച്ചു. അങ്ങനെയാണ് എന്റെ അച്ഛൻ മരണപ്പെട്ടത്. അന്ന് ഞാൻ അച്ഛനെ തടയാത്തതിന്റെ കുറ്റബോധം ഇന്നും എനിക്കുണ്ട്. അച്ഛന്റെ മരണത്തിന്റെ കാരണക്കാരൻ ഞാനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ജെയ്ക്കിനോട് റോക്കോ ക്ഷമിച്ചിട്ടുണ്ട്. നാളെ മുതൽ ജിമ്മിലേക്ക് വരാമെന്നും അദ്ദേഹം ജെയ്ക്കിനോട് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ കൂടി
ജെയ്ക്ക് ചെയ്തത് തെറ്റാണ്. ഒരു കാരണവശാലും ജിമ്മിലെ നിയമം ലംഘിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റോക്കോ ജെയ്ക്കിനെ അതികഠിനമായി ശിക്ഷിക്കുകയാണ്. അതായത് അത്രത്തോളം ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് റോക്കോ ജെയ്ക്കിനുള്ള പണിഷ്മെന്റ് നൽകിയത്. അങ്ങനെ അവരുടെ ട്രെയിനിങ് നന്നായിട്ട് തന്നെ തുടരുകയാണ്. ഒരു ദിവസം ജെയ്ക്കും റോക്കോയും ഓടാനായി പോയപ്പോൾ അവർ ഒരു ബെറ്റ് വെച്ചിട്ട് റണ്ണിംഗ് റേസ് വെക്കുകയാണ്. ആ റേസിൽ ജെയ്ക്ക് വിജയിച്ചു. അപ്പോൾ ജെയ്ക്ക് ബെറ്റ് വെച്ചത് കൊണ്ട് ജെയ്ക്ക് റോക്കോനോട് ചോദിച്ചത് താങ്കളുടെ കുടുംബം എവിടെയാണ് എന്നാണ്. റോക്കോ ബെറ്റ് തോറ്റത് കൊണ്ട് അത് പറയാതെ വേറെ വഴിയില്ല. അപ്പോൾ റോക്കോ പറയാണ്, എന്റെ അമ്മ എന്റെ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. എന്നെയും എന്റെ അനിയൻ ജോസഫിനെയും അച്ഛനാണ് പിന്നീട് ഒറ്റക്ക് വളർത്തിയത്. അച്ഛനാണ് ഞങ്ങളെ രണ്ടുപേരും ട്രെയിൻ ചെയ്തത്. എന്നാൽ എന്നേക്കാൾ നല്ലൊരു ഫൈറ്റർ ആണ് എന്റെ അനിയൻ ജോസഫ്. അതുകൊണ്ട് തന്നെ അച്ഛന് എന്നേക്കാൾ ഒരുപാട് ഇഷ്ടം അവനെയായിരുന്നു. എന്റെ അച്ഛൻ എന്നും പറയും ജോസഫിന് ഫൈറ്റിംഗിലും നല്ല ഭാവിയുണ്ട് എന്ന്. എന്നാൽ ഒരു ദിവസം ഞാനും ജോസഫും ഒരു ബാറിൽ ചെന്നതാണ്. അവിടെ വെച്ച് ഒരുത്തൻ അമിതമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി. എന്റെ അനിയൻ ജോസഫ് നിന്നെ പോലെ വലിയ ദേഷ്യക്കാരനായിരുന്നു. ജോസഫ് അവനെ അടിച്ച് താഴെയിട്ടു. അവൻ ആളാകെ നാണം കെട്ട പോലെയായി. അവനും അവന്റെ സുഹൃത്തുക്കളും അവിടുന്ന് പോയെങ്കിലും 10 മിനിറ്റുകൾക്ക് ശേഷം അവർ മടങ്ങിയെത്തുകയും തോക്ക് പുറത്തെടുത്ത് എന്റെ അനിയൻ ജോസഫിന്റെ തലയിൽ വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്തു. ജോസഫിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നീട് ഇതുവരെ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ എന്റെ നാട്ടിലെ കുടുംബത്തെയും എന്റെ ഫ്രണ്ട്സിനെയും ആരും തന്നെ കണ്ടിട്ടില്ല. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യമില്ല. റോക്കോന്റെ ഈ ജീവിതകഥ കേട്ടപ്പോൾ ജെയ്ക്കിന് അത് വലിയ ഒരു പാഠമായിരുന്നു. തന്റെ ഈ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ കൂടി വിഷമത്തിലാക്കുമെന്ന് ജെയ്ക്ക് മനസ്സിലാക്കി. ഇവിടെ ചാർലിയുടെ സ്കൂളിൽ ടെന്നീസ് ടൂർണമെന്റ് നടക്കുകയാണ്. ജെയ്ക്ക് ഇതുവരെ അമ്മയുടെ കൂടെ എവിടെയും പോകാറില്ല. എന്നാൽ ഇവിടെ ആദ്യമായി ജെയ്ക്ക് ചാർലിയുടെ ടൂർണമെന്റ് കാണാൻ സ്കൂളിൽ പോയി അമ്മയുടെ അടുത്ത് ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മക്ക് ഒരുപാട് സന്തോഷമായി. അതേപോലെ ജെയ്ക്ക് അമ്മയോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയോട് ജെയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മക്ക് ഒത്തിരി സന്തോഷമായി. കോളേജിൽ വെച്ച് ജെയ്ക്ക് മില്ലറിനെ കണ്ട് സംസാരിക്കാനായിട്ടും ചെന്നു. പുള്ളിക്കാരിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്യാൻ. അവരങ്ങനെ സംസാരിച്ച് സോൾവ് ചെയ്തപ്പോഴേക്കും അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു. സോ നാളെ രാത്രിയാണ് ബീറ്റ് ഡൗൺ ടൂർണമെന്റ് നടക്കുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മാക്സ് ജെയ്ക്കിനോട് പറയുകയാണ്. എന്നാൽ ജെയ്ക്ക് തന്റെ ഈ ദേഷ്യം പിടിക്കുന്ന പക വീട്ടുന്ന സ്വഭാവം ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യാൻ ജെയ്ക്ക് തയ്യാറല്ല. അവൻ ഇപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ റയാനോട് അവന്റെ കൂട്ടുകാർ പറയാണ്, എടാ നീ അറിഞ്ഞോ ബീറ്റ് ഡൗൺ ടൂർണമെന്റിൽ ജെയ്ക്ക് മത്സരിക്കുന്നില്ല. അത് കേട്ടപ്പോൾ റയാന് നല്ല ദേഷ്യം വന്നു. കാരണം അവന്റെ ആഗ്രഹം തന്നെ ബീറ്റ് ഡൗൺ ടൂർണമെന്റിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പട്ടിയെ തല്ലുന്നത് പോലെ ജെയ്ക്കിനെ തല്ലി തോൽപ്പിക്കണമെന്നാണ്. അപ്പോൾ ജെയ്ക്കിനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ടൂർണമെന്റിൽ മത്സരിപ്പിക്കണം. അതാണ് റയാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. സോ ഇവിടെ മാക്സ് ട്രെയിനിങ് കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ റയാൻ വന്നത്. റയാന് മാക്സിനോട് ചോദിക്കാണ്, എന്താ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബീറ്റ് ഡൗണിൽ മത്സരിക്കാത്തത്? അവൻ ഫൈറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. അവൻ ഇനി ഫൈറ്റ് ചെയ്യത്തില്ല എന്ന് മാക്സ് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? നീ എന്നാൽ വാ, നമുക്കൊന്ന് എന്റെ വീട്ടിൽ കൂടാമെന്ന് റയാൻ പറയുകയാണ്. അപ്പോൾ റയാനെ ക്ഷണം സ്വീകരിച്ച് മാക്സ് അവന്റെ വണ്ടിയിൽ കയറി പോവുകയാണ്. റയാന്റെ കൂടെ മാക്സ് പോകുന്നത് ജിമ്മിലുള്ള റോക്കോ കണ്ടിട്ടുണ്ട്. ഇവിടെ റയാൻ ആണെങ്കിൽ വീട്ടിൽ വെച്ച് മാക്സിനോട് പറയാണ്, നീ റോക്കോന്റെ അടുത്തുനിന്നാണല്ലേ ട്രെയിൻ ചെയ്യുന്നത്? നീ നിന്റെ മൂവ്സും ഫൈറ്റിംഗ് ടെക്നിക്കും ഒക്കെ എനിക്ക് കൂടി കാണിച്ചതാ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ട്രെയിൻ ചെയ്യാം. അങ്ങനെ മാക്സും റയാനും ഒന്നിച്ച് ട്രെയിൻ ചെയ്യാനായിട്ട് ചെന്നു. എന്നാൽ റയാന്റെ ഉദ്ദേശം ട്രെയിൻ ചെയ്യുക എന്നതല്ല. റയാൻ വളരെ ക്രൂരമായിട്ട് തന്നെ മാക്സിനെ മർദ്ദിക്കുകയാണ്. അതായത് അത്രത്തോളം ക്രൂരമായിട്ട്. ഇവിടെ ജെയ്ക്കിന്റെ വീട്ടിൽ വെച്ച് ജെയ്ക്ക്, ചാർലി, മില്ലർ ഇവര് 3 പേരും ഒന്നിച്ച് കാർഡ് ഗെയിം കളിക്കുകയാണ്. ആ സമയമാണ് ആരോ അവിടെ ബെല്ലടിച്ചത്. ജെയ്ക്ക് നോക്കാനേ ചെന്നപ്പോൾ അവര് പെട്ടെന്ന് ഓടിക്കളയുകയാണ്. അവിടെ തറയില് മാക്സിനെ ഇട്ടിട്ടാണ് അവര് പോയത്. അപ്പോൾ ജെയ്ക്ക് കാണുന്നത് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രൂരമായി മർദ്ദനമേറ്റതാണ്. അവരങ്ങനെ മാക്സിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മാക്സിന് ബോധം വന്നപ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നത്. മില്ലറിന് അപ്പോൾ തന്നെ മനസ്സിലായി റയാൻ മാക്സിനെ തല്ലിയത് ജെയ്ക്കിനെ ദേഷ്യം പിടിപ്പിച്ച് അവനെ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജെയ്ക്ക് അങ്ങനെ ആ രാത്രി ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. മില്ലർ ജെയ്ക്കിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഈ ക്രൂരത കാണിച്ചവനെ വെറുതെ വിടാൻ ജെയ്ക്ക് തയ്യാറല്ല. റോക്കോക്കും മനസ്സിലായി ജെയ്ക്ക് ഇപ്പോൾ പ്രതികാരം ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന്. അദ്ദേഹം ജെയ്ക്കിനോട് നീ പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെയ്ക്ക് പറയാണ്, താങ്കൾ പറഞ്ഞല്ലോ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. എന്നാൽ എപ്പോഴും അത് അങ്ങനെയല്ല. ചിലപ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അല്ലാതെ എല്ലാത്തിൽ നിന്നും പേടിച്ച് ഒളിച്ച് മാറി നിൽക്കുക അല്ല വേണ്ടത്. താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തെ കാണണമെന്ന് നല്ല ആഗ്രഹമില്ലേ? എന്നാൽ താങ്കൾക്ക് അതിന് പറ്റാത്തത് താങ്കൾ പേടിച്ച് ഒളിച്ച് മാറി നിന്ന് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ജെയ്ക്ക് അതൊക്കെ പറഞ്ഞപ്പോൾ റോക്കോക്ക്
പറയാൻ മറുപടി ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ ഫൈനലി ജേക്ക് ബീറ്റ് ഡൗൺ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ റഫറി റൂൾസ് ഒക്കെ ആദ്യമേ പറയുന്നുണ്ട്. ആ റൂൾസിന് എതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാലും അവർ ഡിസ്ക്വാളിഫൈഡ് ആവും. സോ ഇനി ഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റയാൻ ആയാലും ജേക്ക് ആയാലും അവര് രണ്ടുപേരും അവരുടെ ഓരോ എതിരാളികളും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. അവര് രണ്ടുപേരും കാത്തു നിൽക്കുന്നത് അവര് രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിന് വേണ്ടിയാണ്. അതേപോലെ അവിടെയുള്ള എല്ലാ കാണികളും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ജേക്ക് വേഴ്സസ് റയാൻ ഫൈറ്റ് കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരു ട്വിസ്റ്റ് നടന്നു. റയാൻ വില്ല എന്നൊരു ഫൈറ്ററുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ റയാൻ ഒരു ഫൗൾ ചെയ്ത് ആ ഫൈറ്റ് വിജയിക്കുകയാണ്. റയാൻ ചെയ്ത ഫൗൾ എന്തെന്ന് വെച്ചാൽ വില്ലയുടെ കണ്ണിൽ വിരലുകൊണ്ട് ആരും കാണാതെ കുത്തിക്കൊണ്ട് പിന്നീടാണ് അവനെ പരാജയപ്പെടുത്തിയത്. റഫറി ഇത് കൈയോടെ പിടികൂടി. അങ്ങനെ റയാൻ വിജയിച്ച മാച്ചിൽ റയാൻ ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ്. അതായത് വില്ല എന്ന ഫൈറ്റർ ആണ് ആ മാച്ച് വിജയിച്ചത്. റയാന് ഡിസ്ക്വാളിഫൈഡ് ആയി. അതായത് ഇനി റയാന് ജേക്കുമായി ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ജേക്ക് ടോമി എന്ന ഫൈറ്ററുമായിട്ടാണ് സെമി ഫൈനലിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ ജേക്കിന്റെ ശത്രുവായ റയാൻ ഓൾറെഡി ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ട് ജേക്ക് ടോമിയുമായിട്ടുള്ള ഫൈറ്റിൽ നിന്നും സ്വയം പിന്മാറുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് ടോമി വിജയിച്ചു. അതായത് ഫൈനൽ ഫൈറ്റ് വില്ലയും ടോമിയും തമ്മിലായിരിക്കും. അപ്പോൾ ജേക്ക് മില്ലറിന്റെ കൂടെ അവിടുന്ന് പോകുമ്പോൾ റയാൻ വന്ന് ചോദിക്കാണ്, നീ എന്തിനാണ് പിന്മാറിയതെന്ന്. ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് വന്നത്, അല്ലാതെ ടൂർണമെന്റ് വിജയിക്കാനൊന്നുമല്ല എന്ന് ജേക്ക് മറുപടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കണക്ക് നമ്മൾക്ക് ഇവിടെ വെച്ച് തന്നെ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ടൂർണമെന്റ് നടക്കുന്ന ആ സ്ഥലത്തെ കാർ പാർക്കിങ്ങിൽ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണികൾ എല്ലാവരും ടോമിയും വില്ലിയും തമ്മിലുള്ള ഫൈറ്റ് കാണുമ്പോൾ ഒരുത്തൻ ഒച്ചത്തിൽ വന്ന് എല്ലാവരോടും പറയാണ്, ഇതല്ല യഥാർത്ഥ ഫൈറ്റ്, റയാനും ജേക്കും തമ്മിലുള്ള ഫൈറ്റ് പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ മത്സരം കാണുന്ന എല്ലാ കാണികളും പുറത്തേക്ക് ഓടിപ്പോവുകയാണ് ജേക്കും റയാനും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ. അവരെല്ലാവരും അവരുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് അതൊരു ഫൈറ്റിംഗ് റിംഗ് ആക്കി മാറ്റുകയാണ്. ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഇഞ്ച് മത്സരിക്കുകയാണ്. അതായത് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. റയാൻ വളരെ ക്രൂരമായിട്ട് ജേക്കിനെ തല്ലി ജേക്ക് ഓൾമോസ്റ്റ് പരാജയപ്പെടാനായിട്ടുണ്ട്. എന്നാൽ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്ന ജേക്കും തന്നെ വിശ്വസിച്ച തന്റെ കൂടെയുള്ളവരുടെ മുഖങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അത് ഓർത്തപ്പോൾ ജേക്കിന് പരാജയപ്പെടാൻ തോന്നിയിട്ടില്ല. പിന്നീട് ജേക്കിന് ഒരു മികച്ച കംബാക്ക് തന്നെയാണ് എന്ന് തന്നെ പറയാം. ജേക്ക് വളരെയധികം പവർഫുൾ കിക്ക് വെച്ച് റയാനെ പരാജയപ്പെടുത്തുകയാണ്. ജേക്ക് റയാനെ പരാജയപ്പെടുത്തിയ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തന്നെ വൈറലായി. ആ വീഡിയോ കണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാക്സിന് ഒത്തിരി സന്തോഷമായി. ഈ ഫൈറ്റ് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ജേക്ക് മാക്സിന്റെ കൂടെ കോളേജിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടായിട്ട് റയാനെ കാണാം. എന്നാൽ രണ്ടുപേരും ജേക്കും റയാനും അവര് രണ്ടുപേരും മുഖാമുഖം നോക്കി ചിരിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്യുകയാണ്. അതായത് അവര് രണ്ടുപേരും അവരുടെ ശത്രുതയൊക്കെ ആ ഫൈറ്റോട് കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കോച്ച് റോക്കോ ആണെങ്കിലും 7 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് തന്നെ നാട്ടിലേക്ക് തന്റെ കുടുംബത്തെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. ജേക്ക് അദ്ദേഹത്തോട് പറഞ്ഞ ആ വാക്കുകളാണ് അദ്ദേഹത്തിന് ധൈര്യം നൽകിയത്. സോ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.